വെൽക്കം ടു അലാമി കിച്ചൺ. ഇന്ന് നമുക്ക് മുട്ട മാത്രം ഉപയോഗിച്ചിട്ട് നല്ലൊരു ഇഫ്താർ സ്നാക്ക് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ആദ്യം മുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കണം. പിന്നെ മാവ് കുഴച്ചെടുക്കണം. അതിനുവേണ്ടി 2 കപ്പ് മാവിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം. 2 കപ്പ് മാവ് എടുക്കുമ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുഴക്കുകയാണെങ്കിൽ കറക്റ്റ് വെള്ളമായിരിക്കും. മാവ് റെഡിയായി. ഇനി നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഉള്ളി, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇനി എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കണം. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 1 ടീസ്പൂൺ ഇഞ്ചി, ഞാനിവിടെ 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണം മാറിയാൽ അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാൻ 4 വലിയ ഉള്ളിയാണ് എടുത്തത്. ഉള്ളി അധികം നൈസായിട്ട് കട്ട് ചെയ്യേണ്ട. ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് ഉള്ളി വാട്ടിയെടുക്കാം. ഉള്ളി അധികം വാടേണ്ട, അതിൻ്റെ പച്ചമണം ഒന്ന് മാറിയിട്ട് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി കിട്ടിയാൽ മതി. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വാറ്റിയെടുക്കണം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വാറ്റി കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടിയും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് മസാല വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് അതിൽ തന്നെ നമുക്ക് മുട്ടയൊന്ന് പൊരിച്ചെടുക്കണം. ഒരു പാനിനെടുത്താൽ നമുക്ക് കുറേ പാത്രം എടുത്തിട്ട് വലിച്ചിടണ്ട, കുറേ കഴുകാനെല്ലാം ബുദ്ധിമുട്ടാക്കണ്ട. അപ്പോൾ അതിൽ തന്നെ നമുക്ക് മുട്ട പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ അത്രയും എണ്ണ മതി, കുറച്ച് മതി. പിന്നെ അതിൽ ഉപ്പിട്ട് കൊടുക്കാം. എണ്ണ ഒഴിച്ചിട്ട് പാത്രത്തിലൊന്ന് മൊത്തത്തിലൊന്ന് ചുറ്റിച്ച് കൊടുത്താൽ നമ്മൾ മസാല ഇട്ടുകൊണ്ട് പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. അപ്പോൾ അത് ശരിയായി കിട്ടും. പിന്നെ ഉപ്പിടാം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ചെറിയൊരു തീയിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. മുളകിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം പുഴുങ്ങി വെച്ച മുട്ട ചെറുതായിട്ടൊന്ന് വരട്ട് കൊടുത്തിട്ട് ഇതിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഇനി നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ഒരു 4 പോർഷൻ ആക്കിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് വലിയ ഇങ്ങനെയാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ 4 ബോളാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഓരോ ബോളും നമുക്ക് പരത്തിയെടുക്കാം. അതിനുവേണ്ടി ഒരു ബോൾ പരത്തിയതിന് ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ തടവി കുറച്ച് മൈദയും കൂടി ഇട്ടതിന് ശേഷം അതൊന്ന് റോൾ ചെയ്തെടുക്കണം. ഇങ്ങനെ തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 4 ബോൾസും ഇങ്ങനെ തന്നെ നമുക്ക് ചെയ്ത് വെക്കാം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പഫ്സിലെല്ലാം കാണുന്ന പോലത്തെ ലെയറായിട്ടുള്ളൊരു ഇതാണ് നമുക്ക് കിട്ടാൻ. ഇങ്ങനെ ചെയ്തതിന് ശേഷം ഒന്നും കൂടി മൈദ തൂകി നമുക്കിത് ഒന്നും കൂടി പരത്തിയെടുക്കണം. അതിന് ശേഷമാണ് നമ്മളിത് ഫില്ല് ചെയ്തെടുക്കുന്നത്. നമ്മളിത് വേറൊരു മാവ് ഇതുപോലെ തന്നെ പരത്തിയിട്ട് മേലയിൽ വെച്ച് കവർ ചെയ്തെടുക്കും. അപ്പോൾ ആ ഒരു മാവ് നമ്മൾ പരത്തുമ്പോൾ കുറച്ച് വലുതായിട്ട് പരത്തണം. കുറച്ച് കൂടുതൽ മാവ് എടുത്തിട്ട് പരത്തിയാൽ മതി. അപ്പോൾ താഴെയുള്ള ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം കുറച്ചും കൂടി വലുതായിട്ട് വേണം അത് പരത്തിയെടുക്കാൻ. ഇനി നമുക്ക് മുട്ട കട്ട് ചെയ്തെടുക്കാം. മുട്ട ഒരു 1/2 പീസ് ആക്കിയിട്ടാണ് ഓരോ ഇതിലും വെക്കുന്നത്. പരത്തിയെടുത്ത മാവിൽ നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഇതിലിപ്പോൾ 6 പീസിൻ്റെ രീതിയിലാണ് ഇത് വരാൻ. അപ്പോൾ 6 സ്ഥലത്ത് നമ്മളിതുപോലെ മസാല ആദ്യം ഒന്ന് വെച്ച് കൊടുക്കാം. നമുക്കിത് കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു അളവ് കണ്ടിട്ട് വേണം നമ്മൾ മസാല വെച്ച് കൊടുക്കാൻ. ഇനി ഇതിൻ്റെ മേലിൽ നമ്മൾ പൊരിച്ചിട്ട് 2ആക്കി മുറിച്ച് വെച്ചിട്ടുള്ള മുട്ട ഓരോ പീസും ഇതിൻ്റെ മേലിൽ വെച്ച് കൊടുക്കാം.
ഇനി വേണ്ടത് നമ്മൾ നേരത്തെ പരത്തി മാറ്റി വെച്ചിട്ടുള്ള തൊലി എടുത്തിട്ട് ഇതിൻ്റെ മേലയിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. ഇതുപോലെ ഒരു കുഴലിൻ്റെ മേലയിൽ വെച്ചിട്ട് വെക്കുന്നതാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മേലയിൽ വെച്ച് കൊടുക്കാൻ പറ്റും. എന്നിട്ട് എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ എടുത്ത് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ വെച്ചിട്ടുള്ള അതിൻ്റെ അളവിനെ കണക്കാക്കിയിട്ടുള്ള ഇതുപോലത്തെ ഒരു ജാറോ ഗ്ലാസ് ഉണ്ടെങ്കിൽ ഗ്ലാസ് അങ്ങനത്തെ എന്തെങ്കിലും എടുത്തിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ മസാല കുറച്ച് കൂടുതലായതുകൊണ്ട് ചെറിയ ഗ്ലാസ് ഒന്നും ശരിയാകുന്നില്ല. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു ജാറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ തന്നെ 2 ഭാഗത്തും സീലായിട്ട് വരും. ഇനിയിപ്പം കുറച്ച് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് പിരിയെടുത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ എണ്ണ ഉള്ളിലേക്ക് കയറും. അപ്പോൾ അതെല്ലാം റെഡിയായി. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കി എടുക്കാം. എണ്ണ ആവശ്യത്തിന് ഒഴിച്ചിട്ട് നമുക്കിത് 2 3 എത്രയും നമുക്ക് ഇട്ടിട്ട് ചുട്ടെടുക്കാൻ പറ്റും അത്രയും ഇട്ടിട്ട് കൊടുക്കാം. ഇതിപ്പം 2 എണ്ണ ഇതിൽ പറ്റുന്നുള്ളൂ. ഞാൻ 2 എണ്ണ ഇട്ട് കൊടുത്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു സ്നാക്ക് നമ്മുടെ കണ്ണൂർ സ്പെഷ്യലായിട്ടുള്ള മുട്ടപ്പത്തിൽ എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അതിൽ മാവ് നമ്മൾ സാധാരണ പൂരിക്കെല്ലാം കുഴക്കുന്ന പോലെ അതുപോലെ ചെറിയ പൂരി ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഇതുപോലെ ഫില്ല് ചെയ്യും. അതിൽ മുട്ട പൊരിച്ചെടുക്കില്ല, നമ്മൾ പുഴുങ്ങിയെടുത്ത മുട്ട തന്നെ നേരെ വെച്ച് കൊടുക്കുക ചെയ്യാൻ. ഇതിപ്പം തൊലിയിൽ കുറച്ച് ഡിഫറെൻ്റ് ഉണ്ട്. ബാക്കിയെല്ലാം സെയിം നമ്മൾ മുട്ടപ്പത്തിൽ ചെയ്യുന്ന ആ ഒരു ഇത് തന്നെയാണ്. ഇപ്പോൾ 2 ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. കൂടുതൽ നൈസാക്കണ്ട, പരത്തുമ്പോൾ കുറച്ചൊരു തിക്നെസ്സിൽ പരത്തിയിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ തന്നെ നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ ബാക്കി വന്ന മാവ് കൊണ്ട് ഞാൻ സ്ക്വയറിലൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അത് ഇതുപോലെ റൗണ്ടായിട്ടല്ല പരത്തിയെടുക്കുന്നത്, സ്ക്വയറിൽ പരത്തിയിട്ട് എണ്ണ തടവിയിട്ട് മടക്കി എടുത്തിട്ടാണ് പിന്നെ ഒന്നും കൂടിയും പരത്തിയെടുക്കുന്നത്. അതിനുശേഷം 2 ഭാഗത്തും മസാലയും മുട്ടയും വെച്ച് കൊടുത്തൊന്ന് ഫോൾഡ് ചെയ്ത് ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് പൊരിച്ചെടുത്തതാണ്. ഷേപ്പിൽ നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ അലാമി കിച്ചൺ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഈ ഒരു ഈസി സ്നാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.